ആദില നൂറ ഇഷ്യൂ ഇഷ്യൂവിനെ കുറിച്ച് പറയാനുള്ളത് എന്തായിരുന്നു ഇഷ്യൂ? ഞാൻ മറന്നുപോയല്ലോ. അതറിയണമെങ്കിൽ ആദ്യം ഇന്ത്യ എന്താണെന്ന് നീ അറിയണം. ഇതിലെന്താന്ന് ഇതിലെങ്ങനെ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്ന് കുറെ ആൾക്കാർ പറയുന്നുണ്ട്. ഫൈസൽക്ക് എന്താണ് ഇതിൽ അപമാനിച്ചു? എനിക്ക് മനസ്സിലാകുന്നില്ല. ഇന്നലെ കൃഷ്ണേട്ടൻ എന്ന സാധു മനുഷ്യൻ അവിടെ വന്ന് കയറിയപ്പോ അയാൾ അധിക്ഷേപിച്ച് ഇറക്കി വിടാൻ മാത്രം എന്തായിരുന്നു നിനക്ക് തിടുക്കം? ഞാൻ മനസ്സാവാച കർണാടക അറിയാത്ത കാര്യമാണ്. അപ്പൊ അതിൽ ആദില നൂറയുള്ള കാര്യം പുള്ളി ഓർത്തില്ല. പുള്ളിയുടെ അറിവോടെ അല്ല അവരവിടെ വന്നതെന്നാ പറയുന്നത്. അതെന്നെ വിളിക്കാതെ വന്നല്ലോ കേട്ടോ. ദാസപ്പൻ വിളിച്ചിട്ടാ വന്നത്. പക്ഷെ ദാസപ്പൻ അവര് കല്യാണം വിളിച്ചിട്ടുണ്ടായില്ല. പെട്ടെന്ന് പുള്ളി ചിലപ്പം ഈ ആദില നൂറിനെ കണ്ടപ്പോ പുള്ളി പെട്ടെന്ന് ഞെട്ടിയിട്ടുണ്ടാവും. എന്താണ് ഒന്നുമില്ലേ? പക്ഷെ സ്റ്റിൽ ഡിസ്റെസ്പെക്ട് ചെയ്യാണ്ട് കൈ കൊടുത്ത്, ഞാൻ ആ വീഡിയോ ആണ്, കൈ കൊടുത്ത് ചിരിച്ചോണ്ട് അവരെ സ്വീകരിച്ചു. മനസ്സിലാവും? പിന്നെന്താ ഞാനിതൊക്കെ ചെയ്യാൻ കാരണം? എന്റെ മനുഷ്യത്വം, വേറെ മനുഷ്യത്വം. അവരുമായിട്ട് ഇയാൾക്ക് വിയോജിപ്പുണ്ടെങ്കിൽ പോലും ഇയാൾ കൈ കൊടുത്ത് ചിരിച്ചോണ്ട് സ്വീകരിച്ച്. പെണ്ണായതുകൊണ്ടാണോ ഞാനിതൊക്കെ ചെയ്തതെന്ന് ചന്നനോട് ചോദിക്കേ. എന്നാൽ അല്ല, ആണായിരുന്നാലും ഞാൻ ഇതിനെ ചെയ്യുള്ളൂ. എന്താ കാരണം? മനുഷ്യത്വം. സ്വീകരിച്ചു. മനസ്സിലായി? അവിടെ മൊത്തം അവരെ ചുറ്റി കാണിച്ചു. അവരെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടാണ് പുള്ളി തിരിച്ചു വിട്ടത്. അല്ലെ? അന്തസ്സുണ്ട് സാറിനെ കുറിച്ച് എല്ലാവർക്കും നല്ല അഭിപ്രായമാണ്. അപ്പൊ അയാളെ നിലപാട് വ്യക്തമാക്കണം. അതുകൊണ്ട് അയാളൊരു പോസ്റ്റ് ഇട്ട. ഇനിയിപ്പോ എന്താ പ്രശ്നം? നിങ്ങൾക്ക് എന്റെ പ്രശ്നം എന്താണെന്നറിയോ? എന്താണ്? തിന്നട്ടെല്ലിന്റെ കുത്തൽ. അവര് മോശക്കാരാന്ന് അവര് ഉണ്ടെങ്കിൽ കേറി വരുമ്പോ തന്നെ ഡിസ്റെസ്പെക്ട് ചെയ്ത് ഇറക്കി വിടാം. അങ്ങനെ ചെയ്തില്ലല്ലോ. സംസ്കാര സമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ. ഈ ഗേ ലെസ്ബിയൻ എന്ന് പറയുന്ന ഒരു സംഭവം, പക്ഷെ നമുക്ക് അതിനോട് ഇതില്ല, യോജിപ്പില്ല. അത്രേ ഉള്ളൂ. ഒന്നിനും കൊള്ളരുതാത്തവനാണെന്ന് വരുത്തി തീർത്തിട്ട് പുകച്ചു പുറത്തിയായിരിക്കാം. ഇതല്ല ഉദ്ദേശം. ഫൈസൽ കാക്ക അവരോട് യോജിപ്പില്ല. അയാളെ നിലപാട് അയാളെ വ്യക്തമാക്കി. അതിനെന്താ പ്രശ്നം? എന്തൊക്കെ പറഞ്ഞാലും പരിപാടി തന്നെ. നിനക്കിപ്പോ പ്രശ്നം എന്താണ്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. പേഴ്സണൽ കാര്യങ്ങളൊന്നും ഇവിടെ അടുത്ത് വലിച്ചിടാത്ത, അല്ലെങ്കിൽ ഓരോ വീട്ടുകാരെ കുറിച്ച് കുറെ കഥകൾ, കുറെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. കഥകൾ കേട്ടാൽ നിങ്ങൾ ഇതൊന്നും അല്ല. ഇത്രയും മതിയോ? അതോ ഇനിയും വേണോ?